അദ്ദേഹത്തെ ഏറ്റവും അധികം അറിയുകയും വ്യക്തിപരമായി അറിയുകയും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ അറിയുകയും സംഗീതം ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളെല്ലാവരോടും എം ജി രാധാകൃഷ്ണനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് 86 വയസ്സായി എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിലും ഒരു യുവാവിനെ പോലെയാണ് എല്ലാവരോടും പെരുമാറിയത്. എന്നെപ്പോലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ 70കളുടെ അവസാനത്തിലൂടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുഷ്കല കാലമായിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹമില്ലാത്ത പരിപാടികൾ, സംഗീത പരിപാടികളില്ല. സംഗീത പരിപാടികളുമായി ബന്ധപ്പെട്ട ചർച്ചകളോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് എല്ലായിടത്തും ഈ തിരുവനന്തപുരം നഗരത്തിൽ സെനറ്റ് ഹാളിലും BJT ഹാളിലും ഏതെല്ലാം സംഗീത കേന്ദ്രങ്ങളുണ്ടോ അവിടെയെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചത്. കേരളത്തിൽ നിന്ന് ഇപ്പോഴും നമ്മളിവിടെ തിരികൊളുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതം അലയടിക്കുകയാണ്. അദ്ദേഹം സംഗീതത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും ലളിത സംഗീതത്തിൻ്റെയും അതിമനോഹരമായൊരു സമന്വയമായിരുന്നു. അത്തരത്തിലുള്ള ആ സംഗീതം ജനങ്ങൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കാഠിന്യമൊന്നുമുണ്ട് എന്ന് ഓർക്കാതെ നെഞ്ചിലേറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുടുംബം നമുക്കറിയാം, ഒരു സംഗീത കുടുംബമാണ്. അത്രയും സംഗീതാത്മക ചരിത്രമുള്ള ഒരു കുടുംബം കേരളത്തിൽ അധികമില്ല എന്നതും നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ആ കുടുംബത്തിലെ എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കേരളത്തിൻ്റെ സംഗീത ലോകത്ത് നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അവർക്കിപ്പോഴും ദുഃഖം വിട്ടുമാറിയിട്ടില്ല. വർഷം 10-16 എങ്കിൽ പോലും നമുക്ക് അതൊക്കെ ഇന്നലെ നടന്ന മാതിരിയാണ് തോന്നുന്നത്. ഈ പ്രദേശത്ത് ഒരു ചെറിയ ഒരു അദ്ദേഹത്തിൻ്റെ ബസ്റ്റ് ഇവിടെ വെച്ചത് വളരെ നന്നായി. ഈ റോഡിന് മാറ്റമുണ്ട്. കൗൺസിലർക്കും അതേപോലെ രാജേട്ടനും അതുപോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവിടെ വന്നതിന് അവർക്കെല്ലാം ഞാൻ ഈ നാട്ടുകാരൻ എന്നുള്ള പേരിൽ, ഇവിടുത്തെ പ്രദേശത്തെ പ്രതിനിധി എന്നുള്ള പേരിൽ അവരോടെല്ലാം ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.